ഗുഡ് ഈവനിങ് ഓൾ. നമുക്കൊരു 5 മിനിറ്റ്സ് കൂടെ നോക്കാം, ആരെങ്കിലും കയറുന്നുണ്ടോ?
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് റെസ്റ്റ് API ടെസ്റ്റിംഗ് വിത്ത് പോസ്റ്റ്മാൻ ആൻഡ് കേൾ ആണ്. ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, റെസ്റ്റ് API ടെസ്റ്റിംഗ് വിത്ത് പോസ്റ്റ്മാൻ ആൻഡ് കേൾ. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ദിവ്യ MS, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സഫിക്സി സൊല്യൂഷൻസ് എന്ന് പറയുന്ന IT കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ജാവയിലാണ്. സഫിക്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സെന്റർ ആണ് സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്കോപ്പ് ഇന്ത്യയിൽ നമുക്ക് പല ടൈപ്പിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, നെറ്റ്വർക്കിംഗ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രൊഫഷണൽ കോഴ്സസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഇതിന്റെ അജണ്ട എന്ന് പറയുന്നത്, ഞാനൊരു ഓവറോൾ ഒരു ഇത് പറഞ്ഞു തരാം, എന്താണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് റെസ്റ്റ് API ബേസ് ചെയ്തിട്ടാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു APIയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് API എന്താണ്, റെസ്റ്റ് API അതിന്റെ ഒരു ഓവർവ്യൂ എന്താണെന്നുള്ളത് പറയും. ദെൻ നമ്മൾ എന്തൊക്കെ മെയിൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ റെസ്റ്റ് APIയിൽ യൂസ് ചെയ്യുന്നത്, ഇനി എന്താണ് ഒരു API ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഒരു APIനെ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസ് ആണ് പോസ്റ്റ്മാൻ ആൻഡ് കേൾ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു API ടെസ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ളത് പറയും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് ടൂളും വെച്ചിട്ടൊരു ആപ്ലിക്കേഷൻ, ഒരു റെസ്റ്റ് API നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ലാബ് സെക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആയിരിക്കും. സോ ഇതാണ് ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്. So let's start our section. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു API എന്ന് പറയുന്നത്. ഇപ്പം ഓൾറെഡി ഇപ്പം എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ് എന്താണ് API എന്നുള്ളത്. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വെബ് ആപ്ലിക്കേഷനകത്താണ്. എന്ന് വെച്ചാൽ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത്, ഒന്ന് ക്ലയന്റും പിന്നെ ഒന്ന് സെർവറാണ്. ക്ലയന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും, അത് യൂസേഴ്സ് ആണ്. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സൈറ്റ്, ആ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് ആരാണോ അതാണ് ക്ലയന്റ് എന്ന് പറയുന്നത്. ഇനി സെർവർ എന്ന് പറയുന്നത് എന്താണ്, ഒരു യൂസർ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് തരുന്നത് ആരാണോ അതാണ് സെർവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്, നമുക്ക് അതിനകത്തൊരു ഫ്രണ്ട് എൻഡ് ഉണ്ടാകും, ഒരു ബാക്ക് എൻഡ് ഉണ്ടാകും. ഫ്രണ്ട് എൻഡ് ആണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് വ്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഒരു ക്ലയന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യൂസറിന് എന്താണോ കാണാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രണ്ട് എൻഡിൽ മെയിനായിട്ട് നമ്മൾ ബ്രൗസർ വഴി യൂസറിന് എന്ത് ചെയ്യാം, അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇനി പിന്നെ വരുന്നത് ബാക്ക് എൻഡ് ആണ്. ബാക്ക് എൻഡിൽ എന്തായിരിക്കും നടക്കുന്നത്, നേരത്തെ പറഞ്ഞു. ഇപ്പം ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ, അതായത് അതിനകത്ത് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലയന്റ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലയന്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ ബാക്ക് എൻഡിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു റെസ്പോൺസ് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, ആ ഒരു ക്ലയന്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും, അതായത് ക്ലയന്റും സെർവറും, ഈ ക്ലയന്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് API എന്ന് പറയുന്നത്. സോ API എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അല്ല, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഫ്രെയിംവർക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇത് തമ്മിൽ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്ലയന്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് API എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് API ഡിഫൈൻ ഹൗ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസസ് ആർ ഫോർമാറ്റഡ് ആൻഡ് പ്രോസസ്ഡ്. അപ്പൊ APIയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് റിക്വസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് റിക്വസ്റ്റ് ആണ് വരുന്നത്, ഇനി എങ്ങനെയാണ് ആ ഒരു റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നത്, എന്ത് റെസ്പോൺസ് ആണ് നമുക്ക് ക്ലയന്റിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇത് നമ്മൾ എവിടെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, അത് നമ്മുടെ APIയിലായിരിക്കും ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പല രീതിയിലുള്ള APIs നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യാം. അതിനകത്ത് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് വെദർ API എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിനകത്ത് നിൽക്കുമ്പോൾ, ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കറണ്ട് വെദർ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വെദർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് അവിടെ എന്താണ് കറണ്ട് വെദർ എന്നുള്ളത്, അതിന്റെ ആ ഒരു ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. സോ അത് എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു API ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു വെദർ API ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഈ API എന്ത് ചെയ്യുന്നു, അതിന്റെ കറസ്പോണ്ടിങ് സെർവറിൽ പോയിട്ട് അതിന്റെ ഡേറ്റാസിനെ ഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ക്ലയന്റിലോട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു APIയുടെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് സിമ്പിൾ രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് ഒരു APIയിൽ നടക്കുന്ന ഫങ്ഷനാലിറ്റി എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും റെസ്റ്റോറന്റിൽ പോകുന്നവരാണ്. അപ്പൊ റെസ്റ്റോറന്റിൽ പോകുന്ന ഓരോരുത്തരും നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ കസ്റ്റമർ എന്ത് ചെയ്യുവാണ്, റെസ്റ്റോറന്റിൽ പോയിട്ട് മേക്ക് ദ ഓർഡർ, ഒരു ഓർഡർ കൊടുക്കുകയാണ്, അതായത് ഫുഡിന് ഓർഡർ കൊടുക്കുകയാണ്. സോ ഈ ഓർഡറിനെ റിസീവ് ചെയ്യുന്നത് ആരായിരിക്കും, അവിടെ ഒരു വെയിറ്റർ ഉണ്ടാകും അല്ലെ. അപ്പൊ വെയിറ്റർ ആണ് ഓർഡർ റിസീവ് ചെയ്യുന്നത്. ആ റിസീവ് ചെയ്യുന്ന ഓർഡറിനെ എങ്ങോട്ടായിരിക്കും കൊടുക്കുക, ഈ ഓർഡറിനെ എടുത്തിട്ട് ആ ഓർഡർ എങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, അവിടെ കിച്ചണിൽ ഷെഫ് ഉണ്ടാകും, ഷെഫിന്റെ അടുത്തായിരിക്കും ഈ ഓർഡർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ കിട്ടുന്ന ഓർഡർ അനുസരിച്ചിട്ട് ഷെഫ് എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ ഫുഡ് അവിടെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇനി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനെ കിച്ചണിൽ നിന്ന് തിരിച്ച് ആരുടെ കയ്യിലായിരിക്കും കൊടുക്കുക, വെയിറ്ററിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ വെയിറ്റർ എന്ത് ചെയ്യുന്നു, ഈ ഫുഡുമായിട്ട് കസ്റ്റമറിനടുത്ത് ഡെലിവർ ചെയ്യും. സോ ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ രീതിയിലാണ് ഒരു API വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് 3 ഇത് കാണാൻ പറ്റും. ഒന്ന് കസ്റ്റമർ ഉണ്ട്, ദെൻ ഒരു വെയിറ്റർ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഒരു ഷെഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ടൊരു ക്ലയന്റ് ഉണ്ടാകും, ഒരു സെർവർ ഉണ്ടാകും. ഇനി ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർഫേസ് ആയിട്ട് എന്തുകൊണ്ട്, ഒരു API ഉണ്ട്. സോ ഇവിടെ നമുക്ക് പറയാം ഇവിടുത്തെ ഈ ഒരു കസ്റ്റമർ ആണ് ആരെന്ന് പറയുന്നത്, ക്ലയന്റ് എന്ന് പറയുന്നത്. ഇനി ഷെഫ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, സെർവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്ലയന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്, സെർവർ എന്ന് പറയുന്ന ആരാണ്, ഷെഫ് ആണ്. സോ ഇവരെ തമ്മിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞത്, വെയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്ലയന്റിനും സെർവറിനും ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണോ, അല്ലെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ നമ്മൾ അവിടെ ഇന്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനെയാണ് API എന്ന് പറയുന്നത്. സോ ഇവിടെ വെയിറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, API എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞായിരുന്നു അവിടെ നമുക്കൊരു ക്ലയന്റ് ഉണ്ടാവും. ക്ലയന്റ് എന്ന് പറയുന്ന ആരാണ്, ഒരു എൻഡ് യൂസർ ആണ്. ഓക്കെ, അപ്പൊ ക്ലയന്റിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തുമായിട്ടാണ്, ഒരു ബ്രൗസറുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുന്നതെല്ലാം നമ്മൾ എന്ത് വഴിയായിരിക്കും, ത്രൂ ബ്രൗസർ വഴി മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ ഒരു ബ്രൗസർ അല്ലെങ്കിൽ ഒരു യൂസർ ഉണ്ട്. യൂസർ എന്ത് ചെയ്യാണ്, ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ കൊടുക്കുന്ന റിക്വസ്റ്റിനെ ആ റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഫങ്ഷൻ നമ്മൾ എവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു API അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ API വഴി അതെന്ത് ചെയ്യുന്നു, സെർവറിലോട്ട് പോകുന്നു. സെർവർ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് ബാക്ക് എൻഡ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സെർവർ എന്താണോ വരുന്ന റിക്വസ്റ്റ് ആ റിക്വസ്റ്റിനനുസരിച്ചിട്ടാണ് അവിടെ പ്രോസസ്സിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ്, ഒരു യൂസറിന്റെ ഡേറ്റ നമുക്ക് ഗെറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് എങ്കിൽ ആ റിക്വസ്റ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും സെർവർ, ഇപ്പം ആ ഒരു ഡേറ്റ നമുക്ക് നമ്മളൊരു ഡേറ്റാബേസ് സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡേറ്റാബേസ് സെർവറിൽ പോയിട്ട്
ഏത് സ്പെസിഫിക് യൂസർ ആണോ റിക്വസ്റ്റ് സെൻഡ് ചെയ്തത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ യൂസറിന്റെ ഡേറ്റാബേസ് സെർവറിനകത്ത് പോയി അതിനെ ആക്സസ് ചെയ്യുന്നു. ദെൻ തിരിച്ച് റെസ്പോൺസ് ആയിട്ട് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, തിരിച്ച് ആ ഒരു എൻഡ് യൂസറിലോട്ട് കൊടുക്കും. അല്ലെങ്കിൽ അത് നമുക്ക് എവിടെ വ്യൂ ആകും, നമ്മുടെ ബ്രൗസറിനകത്ത് അത് വ്യൂ ആകും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് ഒരു API വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞത് ഒരു APIയുടെ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ എ ക്ലയന്റ് ആൻഡ് സെർവർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സെർവറിലോട്ട് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ആർക്കിടെക്ചർ ടൈപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളിവിടെ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന റെസ്റ്റ് API എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഈ റെസ്റ്റ് API എന്നുള്ളത് പറയാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, റെസ്റ്റ് API എന്ന് പറയുന്നത് ഒരു API ആണ്, അല്ലെങ്കിൽ ഒരു APIയുടെ ഒരു ആർക്കിടെക്ചർ ടൈപ്പ് ആണ് റെസ്റ്റ് എന്ന് പറയുന്നത്. റെസ്റ്റ് അതിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ് വരുന്നത്, റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലയന്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു API നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി ഇത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ത്രൂ നെറ്റ്വർക്ക് വഴി മാത്രമേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് റെസ്റ്റ് API ഉണ്ട്, റെസ്റ്റ് ഫുൾ API എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഡിഫറൻസ് അല്ല. ഒരു റെസ്റ്റ് APIയുടെ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ആർക്കിടെക്ചറിന്റെ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് API ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്റ്റ്ഫുൾ API എന്ന് പറയുന്നത്. അതായത് അതിന്റെ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, റെസ്റ്റ്ഫുൾ APIs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഫോളോ ചെയ്യുന്ന എന്താണ്, ഇറ്റ് ഫോളോസ് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതായത് ക്ലയന്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ആക്ച്വലി അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പം ഓരോ ഇതിനകത്തും നമ്മൾ ഓരോ റിക്വസ്റ്റ് കൊടുക്കുന്നതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ഫോർമാറ്റിൽ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള പ്രോട്ടോകോൾസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ റെസ്റ്റ് API ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്റ്റാൻഡേർഡ് HTTP മെത്തേഡ്സ്. അതായത് ഇതിനകത്ത് റെസ്റ്റ് APIയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളി സ്റ്റാൻഡേർഡ് HTTP മെത്തേഡ്സ് മാത്രമായിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിസൈൻ ടു ബി സിമ്പിൾ, സ്കെയിലബിൾ ആൻഡ് ഫ്ലെക്സിബിൾ. ഇത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു റെസ്റ്റ് APIയുടെ മെയിൻ കീ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് റെസ്റ്റ് API എന്നുള്ളത്. ഓക്കെ, എന്താണ് റെസ്റ്റ് API എന്ന് പറയുന്നത്, റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു APIയുടെ ഒരു ആർക്കിടെക്ചർ ആണ് റെസ്റ്റ് API എന്ന് പറയുന്നത്. ഓക്കെ, റെസ്റ്റ് APIയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 3 പോയിന്റ്സ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ റിസോഴ്സ് ബേസ്ഡ് ആർക്കിടെക്ചർ. റിസോഴ്സ് ബേസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിസോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ക്ലയന്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞായിരുന്നു, ഒരു ക്ലയന്റിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ത്രൂ ബ്രൗസർ വഴി മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത്, ഒരു URL പറഞ്ഞു കൊടുക്കും അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു URI വഴി, URI മീൻസ് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ എന്നാണ് പറയുന്നത്. അതായത് ഓരോ റിക്വസ്റ്റും യുണീക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പല ലിങ്കിലോട്ട് പോകുന്നുണ്ട്, പല പേജസ് നമ്മൾ ആക്സസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേജസിന്റെയും URL എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൽ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും എൻഡിൽ വരുന്ന പോയിന്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ആ ഒരു വെബ്സൈറ്റിന്റെ നമ്മളിപ്പോ ഒരു ഡൊമൈൻ ഉണ്ടാകും, ആ ഡൊമൈൻ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം https example.com എന്ന് പറഞ്ഞിട്ടാണ് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആ ഒരു പേജ് വരും, ഫസ്റ്റ് പേജ് ലോഡ് ആവുന്നത് എങ്ങനെയായിരിക്കും, example.com എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇനി ഞാൻ അതിനകത്ത് എബൌട്ട് എന്ന് പറയുന്നൊരു പേജ് ഉണ്ട്, ആ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും പോവാ,
example.com/about എന്നായിരിക്കും. അപ്പോൾ ഓരോ പേജസിലും അല്ലെങ്കിൽ ഓരോ റിക്വസ്റ്റ് പോകുമ്പോഴും അവിടെ യുണീക്ക് ആയിട്ടാണ് എന്ത് പോകുന്നത്, ആ ഒരു റിക്വസ്റ്റ് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു റിക്വസ്റ്റ് പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു URL ആക്സസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡേറ്റാസ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് റെസ്റ്റ് API എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് എവരിത്തിങ് ആസ് എ റിസോഴ്സ്. അതായത് URL വഴി അല്ലെങ്കിൽ URI വഴി ഗെറ്റ് ചെയ്യുന്ന എല്ലാ ഡേറ്റാസിനും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു റിസോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, employees/1. അതായത് നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത്, അതായത് ആ റിക്വസ്റ്റിന് അതായത് നമ്മൾ നോക്കേണ്ടത് എന്താണ്, എപ്പോഴും നമ്മൾ ബാക്ക് എൻഡിൽ വരുമ്പോൾ നോക്കുന്നത് അതിന്റെ ഏറ്റവും എൻഡ് പോയിന്റിൽ വരുന്ന ആ ഒരു URL പാറ്റേൺ വെച്ചിട്ടാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പം നമ്മുടെ URL വരുന്നത് ഇപ്പം /employees/1 എന്നാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അത് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് മൈറ്റ് റെപ്രസെന്റ് ആൻ എംപ്ലോയി വിത്ത് ID1. എന്ന് വെച്ചാൽ എംപ്ലോയീസിനകത്ത് ഇപ്പൊ നമുക്ക് കുറെ എംപ്ലോയീസ് കാണും, ആ എംപ്ലോയീസിൽ ID1 വരുന്ന എംപ്ലോയി റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പം ഓരോ URI വരുമ്പോഴും ഈ രീതിയിലായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഓരോ റിക്വസ്റ്റിനെയും അല്ലെങ്കിൽ ആ റിക്വസ്റ്റ് വഴി ഗെറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസിനെയും അവിടെ ഒരു റിസോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് REST API എന്ന് പറയുന്നത് അതൊരു റിസോഴ്സ് ബേസ്ഡ് ആണ്. ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതൊരു URI വഴിയായിരിക്കും. അതായത് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫൈ. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ URLന്റെ ഏറ്റവും എൻഡിൽ വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റേറ്റ്ലെസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു REST API എന്ന് പറയുന്നത് ദാറ്റ് ഫോളോസ് ഓൺലി HTTP മെത്തേഡ്സ്. അത് ഫോളോ ചെയ്യുന്നത് എന്താണ്, HTTP മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, HTTP പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ HTTP മെത്തേഡ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി HTTP പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ. ഇതിനെ നമ്മൾ പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോളായിട്ടാണ്. എന്ന് വെച്ചാൽ അതായത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിപ്പോ എന്താണ് യൂസറിന്റെ ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന ആ പർട്ടിക്കുലർ ക്ലയന്റിന്റെ ഡേറ്റയും കൂടെ മേ ബി നമ്മൾ എന്ത് ചെയ്യും, ആ റിക്വസ്റ്റിന്റെ കൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ബട്ട് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണെങ്കിൽ ദ സെർവർ ഡസ് നോട്ട് സ്റ്റോർ ദ ക്ലയന്റ് ഡേറ്റ. അതായത് ആ റിക്വസ്റ്റ് പോകുന്നതിനിടയ്ക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്ലയന്റിന്റെ ഡേറ്റ അല്ലെങ്കിൽ ക്ലയന്റിന്റെ സ്റ്റേറ്റ് അത് എന്ത് ചെയ്യുന്നില്ല, സെർവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കില്ല. സോ അങ്ങനെ വരുന്ന പ്രോട്ടോകോൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് REST API സ്റ്റേറ്റ്ലെസ് ആയത്, കാരണം REST API യൂസ് ചെയ്യുന്നത് HTTP മെത്തേഡ്സ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് യൂസ് ചെയ്യുന്നത് HTTP പ്രോട്ടോകോൾ ആണ് അല്ലെങ്കിൽ HTTP മെത്തേഡ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാം, REST API എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്തു, അവിടെ നമ്മുടെ ഡേറ്റ സ്റ്റോർ ആകുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓരോ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴും ആ ക്ലയന്റ് എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റ് റിക്വസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി മസ്റ്റ് കണ്ടെയ്ൻ ഓൾ ഇൻഫർമേഷൻ നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രോസസ് ഇറ്റ്. അതായത് ഓരോ റിക്വസ്റ്റിന്റെ കൂടെയും നമ്മൾ എന്ത് കൂടെ പാസ് ചെയ്യേണ്ടി വരും, ഈ യൂസറിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ ഇവിടെ പറഞ്ഞായിരുന്നു employees/1. അതിന്റെ മീനിങ് എന്താണ്, ആ പർട്ടിക്കുലർ ഐഡിയിലുള്ള യൂസറിന്റെ ഡേറ്റ ഗെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള യൂസറിനെ ഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ആ
ആ പർട്ടിക്കുലർ യൂസറിന്റെ ID പറഞ്ഞു കൊടുക്കണം, എങ്കിലേ നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഇപ്പം എംപ്ലോയീസ് എന്ന് മാത്രം കൊടുക്കുകയാണ്, ബട്ട് അവിടെ ഒരു ID നമുക്ക് ഇല്ല എങ്കിൽ ഏതാണ് അല്ലെങ്കിൽ ഏത് യൂസറിന്റെ ID അല്ലെങ്കിൽ ഏത് യൂസറിന്റെ ഡേറ്റയാണ് നമുക്ക് ഗെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആ റിക്വസ്റ്റിന്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ റിക്വസ്റ്റും, അതായത് ക്ലയന്റിൽ നിന്ന് ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും ആ ഒരു റിക്വസ്റ്റിനനുസരിച്ചിട്ട്, ഇപ്പം നമുക്ക് ഞാനിപ്പോ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള യൂസറിന്റെ ഡേറ്റയാണ് വേണ്ടതെങ്കിൽ ആ യൂസറിന്റെ എന്തെങ്കിലും ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ഇപ്പം മേ ബി അതൊരു ID ആകാം, അല്ലെങ്കിൽ മേ ബി അതൊരു ഇമെയിൽ ID ആകാം, എനിത്തിങ്. ഓക്കെ, നമുക്ക് എന്താണോ നമുക്ക് അവിടെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടത് ആ ഒരു ഡേറ്റയും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ റിക്വസ്റ്റിന്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? കാരണം REST API ഫോളോ ചെയ്യുന്നത് HTTP പ്രോട്ടോകോൾ ആണ്. HTTP എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണ്. എന്ന് പറഞ്ഞാൽ യൂസർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്ലയന്റ് ഡേറ്റ എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്യുന്നില്ല, സെർവറിനകത്ത് സ്റ്റോർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിഫോം ഇന്റർഫേസ്. ഓക്കെ, നമ്മൾ നേരത്തെ സെക്കൻഡ് പോയിന്റിൽ തന്നെ പറഞ്ഞായിരുന്നു, REST API യൂസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് HTTP മെത്തേഡ്സ് ആണ് ടു ഇന്ററാക്ട് വിത്ത് റിസോഴ്സസ്. അപ്പൊ റിസോഴ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് റിസോഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ ആൻ URI. എന്താണ് ഈ URI എന്ന് പറയുന്നത്? ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു യൂസർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ റിസോഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് യൂസ് ദ HTTP മെത്തേഡ്സ്. ഓക്കെ, ദെൻ REST API യൂഷ്വലി റിട്ടേൺ ഡേറ്റ ഇൻ JSON ഓർ XML ഫോർമാറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സെർവറിൽ നിന്ന് ക്ലയന്റിലോട്ട് ഡേറ്റ ഗെറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. രണ്ട് സിറ്റുവേഷൻസും വരും. ഓക്കെ, അതായത് നമുക്കൊരു യൂസറിന്റെ ഡേറ്റയെ സെർവറിലോട്ട് പറഞ്ഞു കൊടുക്കാനും ഉണ്ടാകും, അതുപോലെ സെർവറിൽ ഓൾറെഡി ഉള്ള ഡേറ്റാസിനെ ഗെറ്റ് ചെയ്യാനും ഉണ്ടാകും. ഓക്കെ, അപ്പൊ യൂഷ്വലി നമ്മൾ REST API യൂസ് ചെയ്യുന്നത്, അതായത് ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് JSON ഫോർമാറ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ XML ഫോർമാറ്റ്. ഇപ്പം ഓൾഡ് വെർഷനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് XML ഫോർമാറ്റിലായിരുന്നു. അപ്പൊ XML എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് കുറെ എന്താണ് ടാഗ്സും അതുപോലെ തന്നെ അതിനകത്ത് കുറെ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തത്, ഓരോ ഡേറ്റയും മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറെ നെസ്റ്റഡ് എലമെന്റ്സ് വരുന്ന ടൈമിൽ അത് കുറച്ചുകൂടെ എന്തായി, കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അതായത് ഡേറ്റാസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് JSON ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഒരു REST APIയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇറ്റ് ഈസ് റിസോഴ്സ് ബേസ്ഡ്. ദാറ്റ് മീൻസ് ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും അതിനെ ഒരു റിസോഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്ലെസ് API എന്ന് വെച്ചാൽ ഇറ്റ് ഫോളോസ് HTTP പ്രോട്ടോകോൾ. HTTP എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആണ്. അതുകൊണ്ടാണ് REST API നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്ലെസ് API എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഇത് യൂണിഫോം ഇന്റർഫേസ് ആണ്. ഓരോ റിസോഴ്സിനെയും ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും അതിനകത്ത് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, HTTP മെത്തേഡ്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ദെൻ ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് JSON ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് HTTP വെബ്സ്. HTTP വെബ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ REST API യൂസ് ചെയ്യുന്നത് HTTP മെത്തേഡ്സ് ആണ്. സോ ഇവിടെ പറയുന്ന HTTP വെബ്സ് എന്ന് പറയുന്നത് ഇസ് ഓൾസോ HTTP മെത്തേഡ്സ്. HTTP മെത്തേഡ്സിനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് 4 ടൈപ്പിലുള്ള കുറെ മെത്തേഡ്സ് നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്. ബട്ട് കോമൺലി യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ഡേറ്റാബേസിനകത്തുള്ള നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡേറ്റാബേസിൽ നമ്മൾ കുറെ ടൈപ്പിലുള്ള ഫങ്ഷണാലിറ്റീസ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു ഡേറ്റാബേസിനകത്ത് വരുന്ന മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്.
ഇത് നാലുമാണ് ഒരു ഡേറ്റാബേസിന്റെ മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നത് ക്രഡ് ഓപ്പറേഷൻസ് എന്നാണ്. അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ക്രഡ് ഓപ്പറേഷൻസ് എന്ന് പറയും. സോ ഈ 4 ഫങ്ഷണാലിറ്റീസിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന HTTP മെത്തേഡ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഗെറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെർവറിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡേറ്റ ഗെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന HTTP മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗെറ്റ് എന്നായിരിക്കും. റിട്രീവ് ഡേറ്റ ഫ്രം ദ സെർവർ. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു യൂസറിന്റെ ഡേറ്റയാണ് നമുക്ക് ഗെറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് എവിടെ നിന്ന് എടുക്കണം? നമ്മുടെ ഡേറ്റാബേസിനകത്തുണ്ട്. ആ ഡേറ്റാബേസിൽ നിന്ന് എന്ത് ചെയ്യണം? ആ സ്പെസിഫിക് ആയിട്ടുള്ള യൂസറിന്റെ ഡേറ്റ ഗെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഏത് HTTP മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അവിടെ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് എ റീഡ് ഓൺലി ഓപ്പറേഷൻ ആൻഡ് ഡസ് നോട്ട് മോഡിഫൈ ഓർ ഓൾട്ടർ ദ റിസോഴ്സ്. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നിന്ന് ആ യൂസറിന്റെ ഡേറ്റ ഗെറ്റ് ചെയ്യണം. അപ്പൊ അവിടെ നിന്ന് ഗെറ്റ് ചെയ്തുകൊണ്ട് വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാം. എന്താണോ അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് അത് നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ റീഡ് ഓൺലി ഓപ്പറേഷൻ. അപ്പൊ അവിടെ ക്ലയന്റിന് അല്ലെങ്കിൽ യൂസറിന് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡേറ്റ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഓൾട്ടർ ചെയ്യാനോ പെർമിഷൻ ഇല്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഗെറ്റ്, അതായത് ആ റിക്വസ്റ്റ് കൊടുക്കുന്നതിന്റെ കൂടെ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്യണം? HTTP മെത്തേഡിനെ യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുകയാണ് /employees എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസിന്റെയും ഡേറ്റ എനിക്ക് എവിടെ നിന്ന് കൊണ്ടുവരണം? നമ്മുടെ ഡേറ്റാബേസ് സെർവറിൽ നിന്ന് ഗെറ്റ് ചെയ്തിട്ട് അതെനിക്ക് വ്യൂ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ റിക്വസ്റ്റ് ആ HTTPയുടെ ടൈപ്പ് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതവിടെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കിട്ടുന്നത് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത് 200 എന്ന് പറഞ്ഞിട്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. 200 എന്ന് പറഞ്ഞിട്ടായിരിക്കും വിത്ത് JSON array of users. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് റെസ്പോൺസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് റെസ്പോൺസ് കണ്ടെയ്നറിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 200 ഓക്കെ എന്ന് പറഞ്ഞിട്ട് വരും. അതിന്റെ കൂടെ JSON array of users. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ REST APIയിൽ യൂസ് ചെയ്യുന്നത് ഡേറ്റ സെൻഡ് ചെയ്യാനാണെങ്കിലും ഡേറ്റ റിട്രീവ് ചെയ്യാനാണെങ്കിലും ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ഡേറ്റ കൊടുക്കുന്നത്? അവിടെ JSON array ആയിട്ടായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു JSON arrayയിൽ എന്തായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് അനുസരിച്ചിട്ട് എല്ലാ എംപ്ലോയീസിന്റെയും ഡേറ്റ നമുക്ക് എന്ത് ചെയ്യുന്നു? ഡേറ്റാബേസിൽ നിന്ന് സെലക്ട് ചെയ്ത് അത് നമുക്കവിടെ ഒരു JSON array ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കും. ഇനി 200 ഓക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സക്സസ് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു റിക്വസ്റ്റ് സക്സസ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 200 ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ് പറയുന്നത്, ഗെറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പോസ്റ്റ് മെത്തേഡ്. ഇപ്പൊ ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സെർവറിൽ നിന്ന് ഇങ്ങോട്ട് ഡേറ്റ എടുക്കാൻ വേണ്ടി, അതായത് സെർവറിൽ നിന്ന് ഒരു ഡേറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സബ്മിറ്റ് ഡേറ്റ ടു ദ സെർവർ ടു ക്രിയേറ്റ് എ ന്യൂ റിസോഴ്സ്. എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു യൂസറിന് നമുക്ക് അവിടെ പുതിയൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. മേ ബി അതൊരു പുതിയൊരു എംപ്ലോയി, അതായത് നമ്മളിപ്പോ ഒരു എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അതായത് പുതിയൊരു എംപ്ലോയിനെ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സബ്മിറ്റ് ഡേറ്റ ടു ദ സെർവർ ടു ക്രിയേറ്റ് എ ന്യൂ റിസോഴ്സ്. അപ്പോൾ പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ യൂസറിന്റെ ഡേറ്റയും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നമുക്ക് വന്നിട്ട് ജസ്റ്റ് ചുമ്മാ ഒരു എംപ്ലോയി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, ആ എംപ്ലോയിയുടെ ഡേറ്റയും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞായിരുന്നു, ഒരു റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ URI വെച്ചിട്ടാണ്. നമ്മൾ ഓരോ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴും അതിന്റെ കൂടെ എന്ത് പാസ് ചെയ്യണം? റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഒരു പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതിയൊരു റിസോഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് സബ്മിറ്റ് ഡേറ്റ ടു ദ സെർവർ. അങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, സോ അതായത് ഡേറ്റാബേസിലോട്ട് പുതിയൊരു ഡേറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. ഇൻസേർട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും കൊടുക്കുക? അവിടെ പോസ്റ്റ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഇറ്റ് ക്യാൻ മോഡിഫൈ സെർവർ സ്റ്റേറ്റ് ബൈ ആഡിങ് ന്യൂ റിസോഴ്സസ്. ഇപ്പൊ ഫസ്റ്റ് കേസിൽ പറഞ്ഞു, ഗെറ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് റീഡ് ഓൺലി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, റീഡ് ചെയ്യാനേ പറ്റുള്ളൂ, അതിനകത്ത് നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് പോസ്റ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മോഡിഫൈ ദ സെർവർ സ്റ്റേറ്റ്, അതായത് ഓരോ പുതിയ യൂസറിനനുസരിച്ചിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡേറ്റ മോഡിഫൈ ആയിക്കോളും. അതായത് ഓരോരോ പുതിയ ഡേറ്റ എങ്ങോട്ട് ആഡ് ആവും, നമ്മുടെ ഡേറ്റാ ബേസിനകത്തോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ റിക്വസ്റ്റ് എങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്, പോസ്റ്റ് സ്ലാഷ് എംപ്ലോയീസ്, അതായത് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ HTTP മെത്തേഡിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതായിരിക്കും നമ്മുടെ URI എന്ന് പറയുന്നത്. ദെൻ വിത്ത് JSON കണ്ടെയ്നിങ് ന്യൂ യൂസർ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഇവിടെയും JSON ഫോർമാറ്റിലായിരിക്കും ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു JSON അറയിൽ എന്തുണ്ടാകും, പുതിയ യൂസറിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് കേസിൽ പറഞ്ഞു, ഗെറ്റിൽ പറഞ്ഞ എന്താണ്, നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാം, അതായത് നമ്മുടെ റെസ്പോൺസിനകത്താണ് എന്തുള്ളത്, ആ JSON ഡേറ്റ വരുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനകത്ത് നമ്മൾ എന്ത് പാസ് ചെയ്യണം, ആ ഒരു JSON ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അവിടെ കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് 201 എന്നായിരിക്കും. അതായത് പുതിയൊരു യൂസറിനെ നമ്മൾ അല്ലെങ്കിൽ പുതിയൊരു റിസോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ, അത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ റെസ്പോൺസ് 201. ഓക്കെ, തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് പുട്ട് മെത്തേഡ് ആണ്. ഓക്കെ, പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് ആൻ എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഓൺ ദി സെർവർ. അതായത് നമുക്ക് ഓൾറെഡി എവിടെ ഉണ്ട്, ഒരു യൂസർ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു യൂസറിന്റെ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അത് അപ്ഡേറ്റ് ആവണം. ഓക്കെ, സോ അങ്ങനെ വരുന്ന ഒരു ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇപ്പൊ ഡേറ്റാബേസ് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ക്വറി ആയിരിക്കും നമ്മൾ അവിടെ വരുന്നത്. ഇപ്പൊ ഒരു ഡേറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ HTTP മെത്തേഡായിട്ട് എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, അവിടെ പുട്ട് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് ആൻ എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഓൺ ദ സെർവർ. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റിംഗ് യൂസർ ഇൻഫർമേഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ യൂസറിന്റെ ഇൻഫർമേഷൻ അവിടെ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യും. സോ നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത് എങ്ങനെയാണ്, അവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കും, പുട്ട് എന്ന് പറയുന്ന മെത്തേഡ് സെലക്ട് ചെയ്യും. ദെൻ നമ്മുടെ URI പോകുന്നത് എങ്ങനെയായിരിക്കും, employee/1, അത് നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു URI പോകുന്നത്. ദെൻ വിത്ത് JSON യൂസർ ഡീറ്റെയിൽസ്. സോ ഇവിടെയും നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും, യൂസർ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. ഇത് എവിടെയാ പാസ് ചെയ്യുന്നത്, ഇതും നമ്മൾ റിക്വസ്റ്റിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതായത് പോസ്റ്റ് വരുമ്പോഴും പുട്ട് വരുമ്പോഴും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് പാസ് ചെയ്യേണ്ടി വരും, JSON ഡേറ്റ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ റിക്വസ്റ്റിന്റെ കൂടെ ഡേറ്റയും കൂടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, JSON ഡേറ്റ നമ്മൾ പാസ് ചെയ്യുന്നത് ഒന്ന് പോസ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും, പുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള റിസോഴ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിക്വസ്റ്റ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, പുട്ട് ദെൻ /employee/1 വിത്ത് JSON യൂസർ ഡീറ്റെയിൽസ്. സോ നമ്മൾ കൊടുക്കുന്ന JSON ഡേറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ അപ്ഡേറ്റ് ചെയ്യും. ഇനി എന്തായിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്, 200 ആണെങ്കിൽ അത് സക്സസ് എന്നായിരിക്കും. ഇനി 204 വരും, വിച്ച് മീൻസ് നോ കണ്ടന്റ്. മേ ബി ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന യൂസർ ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ID ആണ് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, employee/1 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്ന IDയിലുള്ള യൂസറിന്റെ ഡേറ്റയെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന IDയിൽ മേ ബി യൂസർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്, റെസ്പോൺസ് വരുന്നത് 204 നോ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരും. ഓക്കെ, ദെൻ നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിലീറ്റ്. നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു ഡേറ്റാബേസ് ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ് ബേസിക് ഡേറ്റാബേസ് ഓപ്പറേഷൻസ് എന്നുള്ളത്. ഏതൊക്കെയാണ്, CRUD ഓപ്പറേഷൻസ് ആണ്, ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇപ്പൊ ക്രിയേറ്റ് വരുമ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്, പോസ്റ്റ് ആണ്. ക്രിയേറ്റ് എന്ന് പറയുന്നത് പുതിയൊരു യൂസറിനെ അല്ലെങ്കിൽ പുതിയൊരു റിസോഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ക്രിയേറ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ, അല്ലെങ്കിൽ ഇൻസേർട്ട് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, പോസ്റ്റ് യൂസ് ചെയ്യും. റീഡ്, രണ്ടാമത്തത് റീഡ് എന്നാണ്. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, അവിടെ ഗെറ്റ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് CRUD എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഉള്ള റിസോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യണം, പുട്ട് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യണം. ആൻഡ് നാലാമത്തെ ഡേറ്റാബേസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിലീറ്റ്.
ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലീറ്റ് എ സ്പെസിഫൈഡ് റിസോഴ്സ് ഫ്രം ദി സെർവർ. അതായത് ഓൾറെഡി നമുക്ക് സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എങ്ങനെ കൊടുക്കും? ഡിലീറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് എ യൂസർ അക്കൗണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റിനെ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു യൂസറിന്റെ അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ യൂസ് ചെയ്യാം? ഡിലീറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത് എങ്ങനെയായിരിക്കും? ഡിലീറ്റ് employee/1 എന്ന് പറഞ്ഞാൽ ആ 1 എന്ന് പറയുന്ന ഐഡിയിലുള്ള യൂസറിനെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ആ യൂസർ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തായിരിക്കും റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്? 200 ഓക്കെ, അല്ലെങ്കിൽ നോ കണ്ടന്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ഐഡിയിൽ അങ്ങനെ ഒരു യൂസർ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡി വെച്ചിട്ടുള്ള യൂസർ ഇല്ല എങ്കിൽ അവിടെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുക? 2 ഫോർ നോ കണ്ടന്റ്. ഓക്കെ, സോ ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന HTTP മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട് ആൻഡ് ഡിലീറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡേറ്റാബേസ് ഓപ്പറേഷൻസ് ലൈക്ക് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പം ആ റെസ്പോൺസിന്റെ കൂടെ കണ്ടോ ഇവിടെ എല്ലാം ഓരോ നമ്പേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. 200, 201, ദെൻ 204 എന്ന് പറഞ്ഞിട്ട് കുറെ നമ്പേഴ്സ് വരുന്നുണ്ട്. ഈ നമ്പേഴ്സിന് നമ്മൾ പറയുന്നതാണ് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത്. HTTP സ്റ്റാറ്റസ് കോഡ്. അപ്പൊ ഈ സ്റ്റാറ്റസ് കോഡ് എന്താണ് മീൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് സ്പെസിഫൈ വാട്ട് ഹാപ്പൻഡ് ഓൺ സെർവർ സൈഡ്. എന്താണ് നമുക്ക് സെർവറിൽ നടന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഈ റെസ്പോൺസ് വരുന്നത് എന്താണ്? ഇപ്പൊ നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? 201 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ അവിടെ നമുക്കറിയാം ആ സെർവറിൽ, അതായത് ആ പുതിയൊരു യൂസർ എവിടെ സ്റ്റോർ ആയിട്ടുണ്ട്? സെർവറിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് സെർവർ സൈഡിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ ഡിജിറ്റ്. ഒരു 3 ഡിജിറ്റ് നമ്പർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്റ്റാറ്റസ് കോഡ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും അത് വരിക. ഇപ്പം 100, 200, 300 അങ്ങനെ ആ ഒരു റേഞ്ച്, ആ ഒരു ഡിജിറ്റ്, ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും, ആ ഒരു നമ്പർ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് കോഡ് കിട്ടുന്നത്. ഇപ്പൊ 200 റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം നമ്മൾ അത് ഓക്കെ ആണ്, അല്ലെങ്കിൽ സക്സസ് ആണ് എന്നുള്ളത് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് സക്സസ് ആണ്, നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് അവിടെ എത്തി, നമുക്ക് തിരിച്ച് കറക്റ്റ് റെസ്പോൺസ് കിട്ടി എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം. സോ അതാണ് 200 അല്ലെങ്കിൽ 201 എന്നൊക്കെ പറയുന്നത്. ഇനി 300 ആണ്, അല്ലെങ്കിൽ 300, 301, 302 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവിടെ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൂവ്ഡ് ഓർ റീഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഇതിനകത്തോട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, മേ ബി അത് റീഡയറക്ട് ചെയ്ത് വേറൊരു ഇതിലോട്ടായിരിക്കും, വേറൊരു റിസോഴ്സിലോട്ടായിരിക്കും പോകുന്നത് എങ്കിൽ അവിടെ നമ്മൾ അതിനെ എങ്ങനെ പറയും? റീഡയറക്ഷൻ അല്ലെങ്കിൽ 301 എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിന്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. ഇനി 400 ആ ഒരു ഇത് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണെങ്കിൽ ഒന്നുകിൽ അവിടെ 404 എന്ന് പറഞ്ഞിട്ട് വരും. 404 വരുന്നത് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ റിക്വസ്റ്റ് അവിടെ നമ്മുടെ സെർവറിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ APIയിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരാം? നോട്ട് ഫൗണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ വരും? നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി 500 റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ സെർവർ, അത് സെർവർ സൈഡിൽ വരുന്ന എറേഴ്സിനാണ് നമ്മൾ 500 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റാറ്റസ് കോഡ് വരും. അപ്പൊ ഈ ഒരു സ്റ്റാറ്റസ് കോഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം
നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് സക്സസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് അവിടെ കിട്ടിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 200 ആണ് വരുന്നതെങ്കിൽ അവിടെ സക്സസ് ആണ്. 301 എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അവിടെ റീഡയറക്ഷൻ അല്ലെങ്കിൽ മൂഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരാം. ദെൻ 404 അല്ലെങ്കിൽ 403 എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. 403 വന്നു കഴിഞ്ഞാൽ ഫർബിഡൻ എന്നാണ്. അതായത് ഇപ്പം ചില യൂസേഴ്സിനും ചില പേജസിനും എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില റിക്വസ്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും എന്താണ് ഒതന്റിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന കേസസിൽ അവിടെ എന്ത് വരാം, 403 എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. ഇനി 404 വരുന്ന എപ്പോഴാണ്, ആ ഒരു റിസോഴ്സ് നോട്ട് ഫൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 404 വരാം. ഇനി സെർവർ സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ 500, 501, 502 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വരും. ഇത് നമ്മൾ ഇപ്പോൾ ഓവറോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു റെസ്റ്റ് API വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റിൽ തന്നെ പറഞ്ഞു ഒരു API ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു API എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഫസ്റ്റ് ഒരു ക്ലയന്റ് ഉണ്ടാകും. ദെൻ ക്ലയന്റ് എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ആ റിക്വസ്റ്റ് സെർവറിൽ പോകുന്നു. സെർവർ തിരിച്ച് നമുക്ക് ഡേറ്റ അല്ലെങ്കിൽ റെസ്പോൺസ് തരും. അപ്പൊ ഇവിടെ നമ്മൾ റെസ്റ്റ് API റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ക്ലയന്റ് ഉണ്ട്. ക്ലയന്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളി HTTP പ്രോട്ടോകോൾ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആയിരിക്കും, HTTP റിക്വസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതായത് HTTP റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ റിക്വസ്റ്റിനകത്തും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള HTTP മെത്തേഡ്സിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ഡേറ്റാബേസ് ഫംഗ്ഷനാലിറ്റി ആണോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നത്, HTTP മെത്തേഡ് പറഞ്ഞു കൊടുക്കും. അപ്പം റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ടൈപ്പ് ഓഫ് HTTP മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത് അതും നമ്മൾ എന്ത് ചെയ്യണം, ആ റിക്വസ്റ്റിന്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം, ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നത് HTTP റിക്വസ്റ്റ് ആണ്. ഇനി ഈ റിക്വസ്റ്റ് എങ്ങനെയാണ് പോകുന്നത്, ത്രൂ URL. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നോ, ഓരോ റിസോഴ്സിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് URI വഴിയായിരിക്കും. അതായത് URLs വഴിയാണ് നമ്മൾ അതിനെ എങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്, സെർവറിലോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ സെർവർ അതിനെ പ്രോസസ്സ് ചെയ്യും. ഇനി നമുക്ക് സെർവറിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റാസിനെ പാസ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർവറിലോട്ട് എന്തെങ്കിലും ഡേറ്റാസ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, JSON ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റാസിനെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ക്ലയന്റ് ഉണ്ട്, ക്ലയന്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്. അവിടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് HTTP വെച്ചിട്ടാണ്. അതായത് HTTP റിക്വസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഈ റിക്വസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ത്രൂ URI വഴിയാണ്. ഈ URI വഴി കൊടുക്കുന്ന റിക്വസ്റ്റ് എങ്ങോട്ട് പോകുന്നു, സെർവറിൽ പോകുന്നു. സെർവർ അതിനെ എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. എന്നിട്ട് തിരിച്ച് റെസ്പോൺസ് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു APIയുടെ ഫംഗ്ഷനാലിറ്റി ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു റെസ്റ്റ് API, എന്തൊക്കെയാണ് നമ്മൾ റെസ്റ്റ് APIക്ക് അത് അല്ലെങ്കിൽ ഒരു API ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്തായിരിക്കും നമ്മൾ റിക്വസ്റ്റിനകത്ത് പാസ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു API നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഈ ഒരു API ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഇപ്പം ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇതിനകത്ത് ആപ്ലിക്കേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ APIയുടെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്, അത് നമുക്ക് അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ APIയുടെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, API ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പല രീതിയിലുള്ള ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് ഉണ്ടാവും. ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ APIയുടെ ഫംഗ്ഷൻസും എല്ലാ APIയുടെ ഓപ്പറേഷൻസും കറക്റ്റ് ആണോ അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെയാണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഒരു ടെസ്റ്റിംഗ് ആണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹൗ ഫാസ്റ്റ് ദ API റെസ്പോണ്ട്. അതായത് ഓരോ റിക്വസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു APIയുടെ റെസ്പോണ്ട് കിട്ടുന്നത്, അതനുസരിച്ചിട്ട് അതിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ അവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മുടെ APIയുടെ എല്ലാ ഫംഗ്ഷനാലിറ്റീസിന്റെയും പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ തേർഡ് വൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ആണ്. സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ തന്നെ നമുക്കറിയാം സെക്യൂരിറ്റി, അതായത് എല്ലാ API ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം എന്തെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് വരികയാണെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു എന്താണ് ഫോർബിഡൻ എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ, അതായത് 403 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റാറ്റസ് കോഡ് വരും എന്ന് പറഞ്ഞു. അതായത് ഇത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പം ചില പേജസിന് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള API ഫംഗ്ഷനാലിറ്റി, അതായത് എല്ലാ ഫംഗ്ഷനാലിറ്റീസും അവിടെ സെക്യൂർ ആണോ, ഏതെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിലയബിലിറ്റി ടെസ്റ്റിംഗ് ആണ്. അതായത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ഇപ്പം അറ്റ് എ ടൈമിൽ ഒരു റിക്വസ്റ്റ് ആയിരിക്കില്ല വരുന്നത്, ഒരു API നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിനകത്ത് ഇപ്പം നമ്മൾ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് അല്ലെ, അതായത് എത്രയോ യൂസേഴ്സ് ആണ് അറ്റ് എ ടൈമിൽ തന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരാൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പം അവിടെ വേറൊരാൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. അപ്പൊ എത്ര യൂസേഴ്സിന് വേണമെങ്കിലും അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറ്റ് എ ടൈമിൽ നമുക്ക് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് വന്നാലും അവിടെ നമുക്ക് കൺസിസ്റ്റന്റ് ആണോ, അത് കറക്റ്റ് ആയിട്ടാണോ അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് എക്സിക്യൂട്ടബിൾ ആകുന്നത്, അതിന്റെ റെസ്പോൺസസ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് റിലയബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു APIയുടെ ടെസ്റ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ API ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ്, അതിന്റെ പെർഫോമൻസ് നോക്കും. അതുപോലെ തന്നെ അതായത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴും അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കും. ദെൻ അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് കറക്റ്റ് ആയിട്ടാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിക്വസ്റ്റ് വരികയാണെങ്കിൽ അതിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ചിട്ട് എല്ലാ റിക്വസ്റ്റിനെയും അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഇതും കൺസിസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിലയബിലിറ്റി ടെസ്റ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മെയിൻ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു, REST API ടെസ്റ്റിംഗ് വിത്ത് പോസ്റ്റ്മാൻ ആൻഡ് കേൾ. അതായത് നമ്മുടെ REST API എങ്ങനെയാണ് എക്സിക്യൂട്ട്, അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ് വരുന്നത്. അപ്പൊ അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ടൈപ്പിലുള്ള ടൂൾസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ടൂൾസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്ന് പോസ്റ്റ്മാനും പിന്നെ ഒരെണ്ണം കേൾ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ലൈൻ ടൂൾ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമ്മുടെ API എങ്ങനെയാണ് എക്സിക്യൂട്ട് അല്ലെങ്കിൽ API എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം പറയാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ടൂളാണ്. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇതൊരു GUI ബേസ്ഡ് ടൂളാണ് ഫോർ ടെസ്റ്റിംഗ് APIs. അപ്പൊ നമ്മുടെ APIs ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു GUI ബേസ്ഡ് ടൂളാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ GUI മീൻസ് നിങ്ങൾക്കറിയാം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. അവിടെ ഓൾറെഡി ഒരു GUI ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ റിക്വസ്റ്റും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡേറ്റാസ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് സെറ്റാണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണ്ട റിക്വസ്റ്റ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും ഡേറ്റാസ് സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കോളംസ് അവിടെ സെക്ഷൻസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ പാസ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു GUI എവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പോസ്റ്റ്മാനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കോഡിംഗ് ഒക്കെ എഴുതുന്നത് പോലെ നമുക്ക് ഇങ്ങനെ കുറെ കോഡ് എഴുതിയിട്ട് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ API ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ അത് വെച്ചിട്ട് ആ ഓരോ റിക്വസ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് it allows you to send requests to APIs, view responses and automate test.
അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത് ഓരോ റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഓരോ API നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അതിനകത്ത് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ എന്തെങ്കിലും യൂസർ ഡേറ്റയൊക്കെ പാസ് ചെയ്യാനുണ്ടെങ്കിൽ യൂസർ ഡേറ്റ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി എന്തായിരിക്കും അതിനകത്ത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, അതെല്ലാം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ GUI തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു API നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, നമുക്ക് ഓൾറെഡി GUI-നകത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ എവിടെയാണ് നമ്മുടെ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മുടെ മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി അതിനകത്ത് സെറ്റ് ആണ്. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് API എൻഡ് പോയിന്റ് ഓർ URL, അതായത് എങ്ങനെയാണ് നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും നമ്മൾ നോക്കുന്നത് ഫുൾ URL ആയിട്ട് ആയിരിക്കില്ല നോക്കുന്നത്. എന്താണ് നോക്കുന്നത്? അതിന്റെ എൻഡ് പോയിന്റ് വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, https api.example.com/users എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ നോക്കുന്നത് ഈ ഒരു എൻഡ് പോയിന്റ് ആണ്, അതായത് /users എന്നുള്ളതായിരിക്കും അവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അതായത് ഒരു റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഇത് URI വെച്ചിട്ടായിരിക്കും. അതില് ആ റിക്വസ്റ്റിന്റെ ആക്സെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റിന്റെ ഫങ്ഷണാലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആ API-യുടെ അല്ലെങ്കിൽ ആ ഒരു URL-ന്റെ എൻഡ് പോയിന്റ് വെച്ചിട്ടായിരിക്കും. അപ്പൊ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അതാണ് അവിടെ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് HTTP മെത്തേഡ്, ദ ടൈപ്പ് ഓഫ് റിക്വസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നോർമലി നമ്മൾ REST API-യിൽ യൂസ് ചെയ്യുന്നത് HTTP മെത്തേഡ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഓരോ റിക്വസ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോഴും ആ റിക്വസ്റ്റിനകത്ത് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്തിരിക്കണം? ഏത് HTTP മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു HTTP മെത്തേഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ ഡേറ്റാബേസ് ഓപ്പറേഷൻ. ഏത് ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ഓപ്പറേഷൻ ആണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ HTTP മെത്തേഡിനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചല്ലോ ഏതൊക്കെയാണ് HTTP മെത്തേഡ്സ് എന്ന് പറയുന്നത്? ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, ഇങ്ങനെ 4 ടൈപ്പിലുള്ള മെത്തേഡാണ് നമ്മൾ അവിടെ പറഞ്ഞത്. സോ ഇവിടെ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? റിക്വസ്റ്റ് പാസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ടൈപ്പും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹെഡേഴ്സ്. ഹെഡേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ദ ഡേറ്റ. ഓക്കെ, അതായത് നമുക്ക് ഡേറ്റ എന്തെങ്കിലും സെൻഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെയായിരിക്കും പറഞ്ഞു കൊടുക്കുക? അത് നമ്മൾ ഹെഡറിലായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് ഡേറ്റ സെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഏതൊക്കെ കേസസിലാണ്, ഏതൊക്കെ ടൈപ്പിലുള്ള റിക്വസ്റ്റ് പോകുമ്പോഴാണ് നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഒന്ന് പോസ്റ്റ്, പിന്നെ ഒന്ന് പുട്ട്. അതായത് പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന കേസിലോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള യൂസറിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ 2 കേസസിലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഹെഡർ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷണൽ ഡേറ്റ കണ്ടന്റ് ടൈപ്പ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കാണ് എന്ത് ടൈപ്പിലാണ് നമ്മൾ, എന്ത് ഡേറ്റ ഫോർമാറ്റിലാണ് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു JSON ഫോർമാറ്റിലാണ്. സോ അവിടെ കണ്ടന്റ് ടൈപ്പ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? ആപ്ലിക്കേഷൻ ഓർ JSON. അത് ഓൾറെഡി നമ്മൾ ആ ഒരു GUI-നകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട. കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതിനവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ബോഡി, ദ പേലോഡ് യു വാണ്ട് ടു സെൻഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ആ ഒരു കണ്ടന്റ് വരുന്നത് അതിന്റെ ബോഡി പാർട്ടിനകത്ത്. ഹെഡറിൽ നമ്മൾ അതിന്റെ കണ്ടന്റ് ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ ബോഡിക്ക് അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആ ഒരു ഡേറ്റ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം? നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ആ ഒരു URI-ന്റെ എൻഡ് പോയിന്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദെൻ ഏത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ്, എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്നത്, അതായത് അതിന്റെ HTTP മെത്തേഡ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഹെഡറിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഡേറ്റ ടൈപ്പാണ് നമ്മൾ, അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള കണ്ടന്റ് ആണ് സെൻഡ് ചെയ്യുന്നത് അത് അവിടെ പറഞ്ഞു കൊടുക്കുക. ദെൻ നാലാമത്തെ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ പോസ്റ്റ്, പുട്ട്, ഈ 2 കേസസിലും മസ്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ കണ്ടന്റ് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ,
ഇനി എന്തിനാണ് നമ്മൾ പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരു എ പി ഐയുടെ ഫങ്ഷണാലിറ്റീസ് കറക്റ്റ് ആണോ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജിഒ ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ടീംസും ആയിരിക്കും നമ്മൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇറ്റ് പ്രൊവൈഡ് ഈസി ടു യൂസർ ഇന്റർഫേസ് വിത്ത് പവർഫുൾ ഫീച്ചേഴ്സ് ഫോർ ഡീബഗിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് ഓട്ടോമേറ്റിംഗ് എ പി ഐ വർക്ക് ഫ്ലോസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതിന്റെ ഇന്റർഫേസ് അല്ലെങ്കിൽ ഇതിന്റെ GUI ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റ്മാൻ വഴി എങ്ങനെയാണ് നമ്മളൊരു API ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ 4 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നോക്കുന്നത്. അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, അങ്ങനെ 4 ഡേറ്റാബേസ് ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഓരോ റിക്വസ്റ്റും എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അതിന്റെ റെസ്പോൺസ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ്മാൻ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നിങ്ങൾ പോസ്റ്റ്മാൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഗൂഗിളിനകത്ത് കയറിയിട്ട് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. അപ്പം ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഇത് വഴി തന്നെ നമുക്ക് എന്താ ചെയ്യാം, സൈൻ അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അല്ലാതെയും ആപ്ലിക്കേഷനായിട്ട് അല്ലാതെ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, സൈൻ അപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇതാണ് അതിന്റെ GUI എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പോസ്റ്റ്മാന്റെ ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഒരു ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു റെസ്റ്റ് API ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് സ്പ്രിംഗ് ബൂട്ടിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിനെ എങ്ങനെ പോസ്റ്റ്മാൻ വെച്ചിട്ട് എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു റെസ്റ്റ് API ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോസ്റ്റ്മാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ നമുക്കൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. അത് ഡീഫോൾട്ട് ആയിട്ട് ഒരു വർക്ക് സ്പേസ് കിട്ടും. അപ്പൊ അത് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല പുതിയൊരു വർക്ക് സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വർക്ക് സ്പേസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിനകത്ത് ആ വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്യുമ്പം അതിനകത്ത് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ റിക്വസ്റ്റ്, അതായത് സിമിലർ റിക്വസ്റ്റ് വരുന്ന കേസസിൽ അതിനെ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മളൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു കളക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി കളക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളക്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ താഴെയായിട്ട് നമുക്ക് ആഡ് എ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഓക്കെ, സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്നത് അത് ഒരു ഫ്രെയിം വർക്കാണ്. നമ്മൾ ജാവയുടെ ഒരു ഫ്രെയിം വർക്കാണ് സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്നത്. സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട് ജാവയില്. ആ ഒരു ഫ്രെയിം വർക്കാണ് ആക്ച്വലി സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്നത്, അതിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ ജാവ ക്ലാസ്സസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മളൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞായിരുന്നു, ഒരു റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം? അതിനകത്ത് അതിന്റെ ഒരു URI ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എൻ പോയിന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദെൻ അതിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം, ഏത് HTTP മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കണ്ടന്റും നമുക്ക് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇവിടെ ജസ്റ്റ് ആഡ് എ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ആഡ് എ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇതിന് തന്നെ നമുക്ക് എല്ലാ സെക്ഷൻസും ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് എല്ലാം പറഞ്ഞു കൊടുത്താൽ മതി. ജസ്റ്റ് ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് 4 ടൈപ്പിലുള്ള ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അപ്പൊ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയൊരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എംപ്ലോയീസിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇവിടെ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എംപ്ലോയി ക്ലാസ്സിനകത്ത് എംപ്ലോയിന്റെ ID, നെയിം, ഇമെയില്, അതുപോലെ തന്നെ ജോബ്, ഇത്രയും കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പുതിയൊരു എംപ്ലോയിനെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ, ഇതാണ് നമ്മുടെ ഫങ്ഷണാലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഫങ്ഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇത് ജസ്റ്റ് ഒരു അതിന്റെ ഒരു കൺട്രോളർ ആയിട്ട് നമ്മൾ യൂസ്. കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന റിക്വസ്റ്റിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ കൺട്രോളറിനകത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ കൺട്രോളറിന്റെ ഫങ്ഷൻസും ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എൻഡ് പോയിന്റ് വെച്ചിട്ടായിരിക്കും. എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, HTTP ലോക്കൽ ഹോസ്റ്റ് 8080/user/1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ user/1 ഏറ്റവും ലാസ്റ്റിൽ എന്താണോ, ആ URL ലാസ്റ്റിൽ എന്താണോ അതിന്റെ പാറ്റേൺ വരുന്നത്, അതിനെയാണ് നമ്മൾ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ എൻഡ് പോയിന്റ് വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൺട്രോളറിനകത്ത് ഫങ്ഷൻസ് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പൊ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ employees/employee/ID ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇതിനകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഓരോന്നിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും എന്താണ് എനിക്ക് അവിടെ പ്രോസസ്സ് ചെയ്യേണ്ടത്. മേ ബി നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, ആ യൂസറിന്റെ ഡേറ്റ അവിടെ നിന്ന് ഗെറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം, ഡേറ്റാബേസിലോട്ട് അപ്ലോഡ് ചെയ്യണം. ഇതായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്, ആദ്യം പുതിയൊരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഏത് ഫംഗ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ഏത് HTTP മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ്. അതായത് പുതിയൊരു റിസോഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ആയിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ അവിടെ GUIക്കകത്തുനിന്ന്, അതായത് നമ്മുടെ പോസ്റ്റ്മാനകത്തുനിന്ന് ഇവിടെ നിങ്ങൾ ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മെത്തേഡ്സും നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഇതിൽ കുറെ മെത്തേഡ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഏത് മെത്തേഡ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാനിവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ URL പാസ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ URL എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ URL പറഞ്ഞു കൊടുക്കേണ്ടത്, ആദ്യം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. ഇവിടെ ജാവ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇപ്പൊ ഇവിടെ നമ്മുടെ സെർവർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ലോക്കൽ സെർവർ ആയതുകൊണ്ട് നമ്മുടെ റിക്വസ്റ്റ് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ URL നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. HTTP/localhost, നമ്മൾക്ക് അതിനകത്തൊരു പോർട്ട് നമ്പർ ഉണ്ട്. പോർട്ട് നമ്പർ വെച്ചിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതിന്റെ എൻഡ് പോയിന്റ് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൺട്രോളറിനകത്ത് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളത്.
അതായത് നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത് /employees എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ പോസ്റ്റ്മാനകത്ത് എന്ത് പറയണം? ഇവിടെ URI പറഞ്ഞു കൊടുക്കുക. http://localhost port number /employees. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്കുണ്ട് മെത്തേഡ് ഈക്വൽ ടു റിക്വസ്റ്റ് മെത്തേഡ് ഡോട്ട് പോസ്റ്റ്. പോസ്റ്റ് എന്നാണെങ്കിൽ അവിടെ അതിന്റെ URI പോകുന്നത് എങ്ങനെയാണ്? എൻഡ് പോയിന്റ് പോകുന്നത് എങ്ങനെയാണ്? /employees എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുതിയ റിസോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ പുതിയ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്തും കൂടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും? നമ്മുടെ റിക്വസ്റ്റിന്റെ കൂടെ ആ യൂസറിന്റെ ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി എവിടെയാണ് ഈ യൂസർ ഡേറ്റ പാസ് ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ബോഡി സെക്ഷൻ ഉണ്ട്. ബോഡിക്കകത്ത് പോയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് റോ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിന്റെ ഫോർമാറ്റ് കാണാൻ പറ്റും. ഏത് ടൈപ്പ് ഡേറ്റയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, എന്ത് ഫോർമാറ്റിലാണ് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്, XML ആണോ, HTML ആണോ, JSON ആണോ, ജാവാസ്ക്രിപ്റ്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. നമുക്കിവിടെ JSON ആണ് യൂസ് ചെയ്യുന്നത്. ഒരു JSON ഡേറ്റ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? അത് കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ ഡേറ്റ കൊടുക്കുന്നത്. അതായത് ഇവിടുത്തെ കീ എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി എംപ്ലോയി എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഡേറ്റയാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒരു ID ഉണ്ട്, നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ജോബ് ഉണ്ട്. അപ്പൊ ഇത്രയും ഡേറ്റാസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ നമ്മളിവിടെ ID എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രൈമറി കീ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, നെയിമും ഇമെയിലും ജോബും. അതായത് അവിടെ നമ്മൾ കീ പാസ് ചെയ്യുമ്പം കീ വാല്യൂ പെയർ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ കീ എന്ന് പറയുമ്പോൾ ആ നെയിം എന്തായിരിക്കണം? ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ നെയിം തന്നെ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെ നെയിം. ഓരോ കീസും നിങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്, കീ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നെയിം എന്നേ ഉള്ളൂ. ആ നെയിം പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതേ നെയിം ആയിരിക്കണം ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നെയിം :, അടുത്ത് നമ്മുടെ ഡേറ്റയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇനി അടുത്ത വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ഒരു വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ ഇടുക. കോമ ഇട്ടിട്ട് അടുത്ത വാല്യൂ പാസ് ചെയ്യാം, ഇമെയിൽ. അഗൈൻ കോമ ഇടുക. ഇനി അടുത്ത ഡേറ്റ ഉണ്ടെങ്കിൽ അടുത്ത ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഡേറ്റ പാസ് ചെയ്യുന്നത്. ഇതാണ് JSON ഫോർമാറ്റ് എന്ന് പറയുന്നത്. കീ വാല്യൂ പെയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ, നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ സ്ട്രിംഗ് ഡേറ്റ ടൈപ്സ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കോഡ്സിനകത്ത് പറഞ്ഞു കൊടുക്കുക. ഇനി നോർമൽ ഇപ്പൊ ജസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ്സ് ഇല്ലാതെ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കറക്റ്റ് ആയിട്ട് നോക്കുക, നമ്മുടെ ഏത് മെത്തേഡ് ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കണം. ഓക്കെ, കാരണം ഓൾറെഡി നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ റിക്വസ്റ്റ് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പോസ്റ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് സെൻഡ് കൊടുത്താൽ മതി. അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടി? 200. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ എന്താണോ ഡേറ്റ സെൻഡ് ചെയ്തത് അത് ജസ്റ്റ് ഇവിടെ നമുക്ക് റെസ്പോൺസിനകത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അതായത് നമ്മളവിടെ പുതിയൊരു യൂസറിനെയാണ് ക്രിയേറ്റ് ചെയ്തത്.
ആ യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഡേറ്റയാണ് നമുക്കവിടെ എങ്ങോട്ട് പോയത്? ഇത് നമ്മൾ ഡേറ്റാബേസിലോട്ടാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഡേറ്റാബേസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റാബേസിനകത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒരു ഡേറ്റ വന്നിട്ടുണ്ടാവും. ഇവിടെ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. ആ എംപ്ലോയി ടേബിളിനകത്ത് നമ്മൾ അവിടെ സെൻഡ് ചെയ്ത ഡേറ്റ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേറെ ഒന്നും സെലക്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു ഡേറ്റ മാത്രം മാറ്റിയാൽ മതി. നമ്മുടെ URI-യും നമ്മുടെ ടൈപ്പ് മെത്തേഡും HTTP മെത്തേഡും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡേറ്റ മാത്രം മാറ്റി കൊടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് വേറൊരു ഡേറ്റ കൊടുത്തു. ദെൻ അഗെയിൻ സെൻഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ഡേറ്റ നമുക്ക് അവിടെ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് നമുക്ക് ഡേറ്റാബേസിനകത്ത് പോയി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു. അപ്പൊ ആ ഒരു ഡേറ്റ അതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അവിടെ സെർവറിനകത്തുള്ള ഡേറ്റാസിനെ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഗെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടേബിളിനകത്ത് നിന്ന് ഡേറ്റ സെലക്ട് ചെയ്യുന്നു, അത് നമുക്ക് അവിടെ വ്യൂ ചെയ്യണം. സോ നമ്മൾ ഗെറ്റ് മെത്തേഡ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഈ URI-ക്കകത്ത് മാറ്റം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് നമ്മൾ എവിടെ നോക്കിയാൽ മതി? ജസ്റ്റ് കൺട്രോളറിനകത്ത് പോയിട്ട് ഇവിടത്തെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെയും എംപ്ലോയീസ് എന്ന് തന്നെയാണ് കിടക്കുന്നത്. അവിടെ നമുക്ക് ഡേറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല, ഡേറ്റ ഇല്ല. ജസ്റ്റ് ഇവിടെ ഗെറ്റ് എന്ന് കൊടുക്കുക. നമ്മുടെ URI-ക്കകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് സെൻഡ് കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് താഴെ തന്നെ അതിന്റെ ഇത് കിട്ടും. നമുക്ക് ഡേറ്റാബേസിനകത്തുള്ള എല്ലാ യൂസേഴ്സിന്റെയും ഡേറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം എന്തായിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്? JSON അറേ ആയിട്ടായിരിക്കും ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആഡ് ചെയ്ത എല്ലാ യൂസറിന്റെ ഡേറ്റയും നമുക്ക് അതിനകത്ത് വിസിബിൾ ആകും. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? പുട്ട് മെത്തേഡ്. പുട്ട് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള ഡേറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ടേബിളിനകത്ത് ഡേറ്റാബേസിനകത്ത് ഞാൻ ഓൾറെഡി ഇപ്പൊ നമ്മളിപ്പോ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ആ യൂസറിന്റെ ഡേറ്റ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യാം? HTTP മെത്തേഡ് എന്തായിട്ട് പറഞ്ഞു കൊടുക്കും? പുട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. ഇനി ഇതിന്റെ URI-ക്കകത്ത് ചേഞ്ച് ഉണ്ട്. employee/ ഇവിടെ നമുക്ക് ഒരു ID പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂസറിന്റെ ഡേറ്റ ആയിരിക്കും എഡിറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള യൂസറിന്റെ ID നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ HTTP മെത്തേഡ് എന്ത് സെലക്ട് ചെയ്യണം? പുട്ട് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ URI കൊടുക്കുമ്പോൾ employee/ ഏത് യൂസറിന്റെ ഡേറ്റയാണോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ യൂസറിന്റെ ID നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇഷ്ടം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ID നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പുട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴും അതായത് പുട്ട് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് എന്ത് സ്പെസിഫൈ ചെയ്യേണ്ടി വരും? അവിടെ നമ്മുടെ ഡേറ്റ പാസ് ചെയ്യണം. കാരണം നമുക്ക് അവിടെ ഓൾറെഡി ഉള്ള യൂസറിന്റെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാനാണ്. പുതിയൊരു ഡേറ്റ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കണം അല്ലെ? സോ ഇവിടെ മസ്റ്റ് ആയിട്ടും എന്ത് പറഞ്ഞു കൊടുക്കണം? ആ ഒരു ഡേറ്റയെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ മാറ്റാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ കൊടുത്തു ഡേറ്റ. ദെൻ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഇതിനെ സെൻഡ് ചെയ്യാൻ പോകും. ഓക്കെ,
അപ്പൊ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയിൽ 6 എന്ന് പറയുന്ന ഐഡിയിൽ ഡേറ്റ ചേഞ്ച് ആയിട്ടുണ്ട്. ഡേറ്റ ചേഞ്ച് ആയി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ റെസ്പോൺസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയില്ല അത് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എവിടെ ചെക്ക് ചെയ്യാം? നമുക്ക് ഡേറ്റാബേസിനകത്ത് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഇപ്പം 6 എന്ന് പറയുന്ന ഐഡിയിൽ ഈ ഒരു നെയിം ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ റീഫ്രഷ് ചെയ്തപ്പോൾ അവിടെ നമ്മുടെ അപ്ഡേറ്റഡ് ഡേറ്റ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇതാണ് പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം പോസ്റ്റിലും പുട്ടിലും നമ്മൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഡേറ്റ പാസ് ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഡിലീറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പൊ അവിടെ HTTP മെത്തേഡ് എന്ത് സെലക്ട് ചെയ്യണം? ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് റിക്വസ്റ്റ് മാപ്പിംഗ്, അതായത് നമ്മുടെ URIയുടെ അവിടെ എങ്ങനെ കൊടുക്കും? അവിടെ employee/id എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂസറിനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള യൂസറിന്റെ ID നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി. സോ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് HTTP മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ എനിക്കിപ്പോ 6ലുള്ള യൂസറിനെയാണ് 6 എന്ന് പറയുന്ന ഐഡിയിലുള്ള യൂസറിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ID എന്ത് കൊടുത്താൽ മതി? /6 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു റെസ്പോൺസ് മെസ്സേജ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എംപ്ലോയി വിത്ത് ID 6 വാസ് സക്സസ്ഫുള്ളി ഡിലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ID 6ലുള്ള യൂസർ എന്തായി പോയിട്ടുണ്ട്? അവിടെ ഡിലീറ്റ് ആയത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പോസ്റ്റ്, ഗെറ്റ്, പുട്ട്, ഡിലീറ്റ്. ഈ 4 ഫംഗ്ഷൻസിനകത്തും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കും. സ്ക്രീൻ കാണുന്നില്ലേ? ഈ 4 മെത്തേഡ്സിനകത്തും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ മെത്തേഡ്സ് ആയിട്ട് ഫസ്റ്റ് ഇപ്പൊ ഇതിൽ ഓൾറെഡി നമുക്ക് അതിന്റെ GUI തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ GUIക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മെത്തേഡായിട്ട് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് URI പറഞ്ഞു കൊടുക്കുക. ഇനി ഡേറ്റ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റോ എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ഏത് ഡേറ്റ ഫോർമാറ്റ് ആണ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. JSON ആണെങ്കിൽ JSON എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പോസ്റ്റ്മാന്റെ കേസാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത് കേൾ ആണ്. ഓക്കെ, അപ്പൊ പോസ്റ്റ്മാനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡ് എ GUI. അവിടെ ഒരു GUI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം? അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോന്നും എവിടെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് ഇപ്പം നമ്മളിപ്പം അതിന്റെ GUI
ഇതാണ് അതിന്റെ ആ ഒരു വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാം എന്താ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ഏത് മെത്തേഡാണ്, ഇപ്പൊ ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് കൊടുക്കുക, പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് സെലക്ട് ചെയ്യുക, പുട്ട് ആണെന്നുണ്ടെങ്കിൽ ഏത് വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള URI പറഞ്ഞു കൊടുക്കാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അവിടെ URI പറഞ്ഞു കൊടുക്കേണ്ടത്, ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പുട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി ഡേറ്റ ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുക, സെൻഡ് കൊടുക്കുക, ദെൻ ഇവിടെ നമുക്ക് റെസ്പോൺസ് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. ബട്ട് കേൾ യൂസ് ചെയ്യുന്ന കേസസിൽ കേൾ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ടൂൾ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവലി തന്നെ എന്ത് ചെയ്യേണ്ടി വരും, പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ തന്നെ GUI ഇല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവലി സ്പെസിഫൈ ചെയ്യണം. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സിൻടാക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് അതിനകത്ത് ഓരോ റിക്വസ്റ്റിനെയും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടൂള് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ടൂള് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കമാൻഡ് ലൈൻ വഴിയാണ് നമ്മൾ എല്ലാ റിക്വസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു API നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അതിന്റെ എൻഡ് പോയിന്റ് പറഞ്ഞു കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ അതിന്റെ എൻഡ് പോയിന്റ് പറയണം, അതിന്റെ HTTP മെത്തേഡ് പറയണം, ഇനി ഏത് ഡേറ്റ ഫോർമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവലി തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം ഓരോന്നും. അതായത് ഹെഡർ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഹെഡറിന്റെ സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മെത്തേഡിന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഡേറ്റാസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സിൻടാക്സ് അനുസരിച്ചിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ക്ലയന്റ് URL എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കമാൻഡ് ലൈൻ ടൂൾ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡേറ്റ ടു ഓർ ഫ്രം എ സെർവർ യൂസിങ് URL സിൻടാക്സ്. അപ്പൊ അവിടെ സിൻടാക്സ് ഉണ്ട്, ആ സിൻടാക്സ് ഫോളോ ചെയ്തിട്ട് വേണം ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് സപ്പോർട്ട് വേരിയസ് പ്രോട്ടോകോൾസ് ഇൻക്ലൂഡിംഗ് HTTP, HTTPS, FTP ആൻഡ് മോർ. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടൈപ്പിലുള്ള മെത്തേഡ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ HTTP മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ HTTP മെത്തേഡ്സിനെ എന്ത് ചെയ്യുക, അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത് കമാൻഡ് പ്രോംപ്റ്റ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി അതിന്റെ സിൻടാക്സ് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേളിന്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്, കേൾ -x മെത്തേഡ് ആൻഡ് URL. ഇതാണ് അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ -x മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈ ദ HTTP മെത്തേഡ്. ഈ ഒരു സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് HTTP മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു കൊടുത്തില്ലേ, ഏതാണ്, ഗെറ്റ് ആണോ, പോസ്റ്റ് ആണോ, പുട്ടാണോ, ഡിലീറ്റ് ആണോ എന്നുള്ളത് കാര്യം നമ്മൾ എവിടെയായിരിക്കും പറയുന്നത്, -x. ദെൻ ഈ മെത്തേഡിന്റെ അവിടെ എന്ത് പറഞ്ഞു കൊടുക്കണം, ആ സ്പെസിഫിക് ആയിട്ടുള്ള HTTP മെത്തേഡ് പറഞ്ഞു കൊടുക്കാം. ഇനി URL എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻഡ് പോയിന്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള URL തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുത്തില്ലേ, ഈ URL അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, അതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇനി ഈ URLന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡറും അതുപോലെ തന്നെ ഡേറ്റയും സെറ്റ് ചെയ്യുക. അപ്പം ഹെഡർ സെറ്റ് ചെയ്യുന്നത്, ഹെഡറിനകത്ത് നമ്മൾ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, എന്ത് കണ്ടന്റ് ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് ഡേറ്റ ഫോർമാറ്റ് ആണ്, അതായത് ആപ്ലിക്കേഷൻ JSON ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലാണോ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്, അത് എവിടെയായിരിക്കും സെറ്റ് ചെയ്യുന്നത്, അതിന്റെ ഹെഡറിലായിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് -h എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് പോസ്റ്റ് ആൻഡ് പുട്ട് മെത്തേഡ്, പോസ്റ്റിലും പുട്ടിലും നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ് സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ -d എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. ഓക്കെ, ഇതാണ് അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് വഴിയായിരിക്കും പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ ജസ്റ്റ് ഒരു കമാൻഡ് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് അറിയാൻ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, അതായത് യൂസറിന്റെ ഡേറ്റ നമുക്ക് സെർവറിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെറ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിൻടാക്സ് അനുസരിച്ചിട്ട് ഇവിടെ എങ്ങനെയായിരിക്കും കൊടുക്കുക, കേൾ -x. ഇവിടെ നമ്മുടെ മെത്തേഡ് പറഞ്ഞു കൊടുക്കുക. മെത്തേഡ് ഏതായിരിക്കും, ഇവിടെ ഫെച്ച് ചെയ്യാനാണ്, അതായത് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക.
ഇനി നമ്മുടെ URI എന്താണെന്നുള്ളത് പാസ് ചെയ്യുക. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹെഡർ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ആ URI മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ജസ്റ്റ് ആ ഒരു മെത്തേഡ് ഞാൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് -x ഏത് HTTP മെത്തേഡ് ആണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇനി ജസ്റ്റ് നമ്മുടെ URI പാസ്. അപ്പൊ ഇവിടെ ഗെറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ അതിനകത്തുള്ള എല്ലാ ഡേറ്റയും ഇതിനകത്ത് വിസിബിൾ ആകും. ഓക്കെ, എല്ലാ യൂസർ ഡേറ്റയും നമുക്ക് ഇതിനകത്ത് ഗെറ്റ് ചെയ്യും. ഇനി അതുപോലെ തന്നെ പോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് പർട്ടിക്കുലർ അതിന്റെ ഡേറ്റ ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കണം. സോ അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ എന്താണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, എന്തൊക്കെ ഡേറ്റയാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയായിരിക്കും പറയാം, ദെൻ ഏത് മെത്തേഡാണ്, പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ HTTP ലോക്കൽ host 8080/API/employees. ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ പാസ് ചെയ്യണം, ഡേറ്റ പാസ് ചെയ്യണം. അപ്പൊ ഡേറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞായിരുന്നു, അവിടെ എന്തൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും, ഏത് ഡേറ്റ ഫോർമാറ്റിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. സോ അത് എവിടെ സെറ്റ് ചെയ്യണം, അത് ഹെഡറിനകത്ത് പറഞ്ഞു കൊടുക്കണം, ഏത് കണ്ടന്റ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ -d എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡേറ്റയും അതിനകത്ത് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് അതിനകത്ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അതിന്റെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെയായിരിക്കും കൊടുക്കുക, -h കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ ഓർ JSON. അപ്പൊ നമുക്ക് JSON ഡേറ്റയാണ് പാസ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ ടൈപ്പ് അവിടെ പറഞ്ഞു കൊടുക്കുക. ഇനി ഡേറ്റ പാസ് ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കും, -d എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡേറ്റയും സെൻഡ് ചെയ്തു. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത് കൊടുത്ത പോലെ തന്നെ JSON ഫോർമാറ്റിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അതായത് കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സ്ലാഷ് നമ്മൾ മസ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം, അതായത് സിൻടാക്സ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. നെയിം,
സിൻടാക്സ് ഇതിനകത്ത് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാലും നമുക്ക് അതിനകത്ത് എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് സിൻടാക്സ് പറഞ്ഞു കൊടുക്കണം. നമുക്ക് പോസ്റ്റ്മാനകത്താണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് അവിടെ എന്ത് ചെയ്താൽ മതി, ഡേറ്റ പാസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കറക്റ്റ് സിൻടാക്സ് തന്നെ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാലും നമുക്ക് ആ ഒരു റിക്വസ്റ്റ് സെൻഡ് ആകില്ല. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കണം. ആ ഒരു ഡേറ്റ അവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ കൊടുത്ത അതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു റെസ്പോൺസ് അവിടെ കിട്ടി. നമുക്ക് പോസ്റ്റ്മാൻ ഉള്ളത് പോലെ തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റ എന്ത് ചെയ്യും, അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് റെസ്പോൺസിനകത്ത് കാണിച്ചു തരും. നമുക്കൊന്നുകൂടെ ഇനി അത് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഒന്നുകൂടെ ജസ്റ്റ് ഗെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഡേറ്റ അതിനകത്ത് വിസിബിൾ ആവും. ഓക്കെ, ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്തും ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇപ്പം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുത്താൽ മതി, പോസ്റ്റിന് പകരം പുട്ട് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ തന്നെ ഡേറ്റ പാസ് ചെയ്യുക, ഹെഡർ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഡിലീറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ദെൻ അതനുസരിച്ചിട്ട് അതിന്റെ URI പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇതാണ് കേൾ എന്ന് പറയുന്നത്. ഇതൊരു കമാൻഡ് ലൈൻ ടൂൾ ആണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ വേയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് തന്നെയാണ്, പോസ്റ്റ്മാൻ തന്നെയാണ്. കാരണം അതിനകത്ത് നമുക്ക് അതിന്റെ GUI പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് പോസ്റ്റ്മാനും കോളും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ആണ് പറയുന്നത്. പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു, അത് GUI ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ദെൻ കേൾ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ലൈൻ ടൂൾ ആണ്. അതായത് മാനുവലി തന്നെ നമ്മൾ എല്ലാ കമാൻഡ്സും എന്ത് ചെയ്യേണ്ടി വരും, അതിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ത്രൂ ടെർമിനൽ വഴിയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പം പോസ്റ്റ്മാനകത്ത് ഓൾറെഡി ബിൽറ്റ് ഇൻ സ്ക്രിപ്റ്റിംഗ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് നമുക്ക്. അതുകൊണ്ട് അതിനകത്ത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടന്റ് ഒന്നും ആവശ്യം മീൻസ് നമ്മുടെ കോഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം അതിനകത്ത് തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി അതുപോലെ കേളിനകത്താണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാം സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാനുവലി തന്നെ റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ദെൻ പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നോർമൽ രീതിയിൽ നമ്മുടെ ഗൂഗിൾ ക്രോം വഴി നമുക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗസർ വഴി നമുക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി കേളിനകത്ത് ഫോക്കസ് ഓൺ മെയിൻലി ഓൺ HTTP റിക്വസ്റ്റ് ഹാൻഡ്ലിംഗ്, ഹെഡേഴ്സ്, ഓതന്റിക്കേഷൻ. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനുവലി തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ റിക്വസ്റ്റും അതിന്റെ ടൈപ്പും ഹെഡേഴ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഓവറോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ് API എന്ന് പറഞ്ഞായിരുന്നു, എങ്ങനെയാണ് ഒരു API നമ്മൾ വർക്ക് ചെയ്യുന്നത്. ദെൻ എന്താണ് REST API എന്ന് പറഞ്ഞു. REST API എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇതൊരു ആർക്കിടെക്ചർ ആണ്. APIയുടെ ഒരു ആർക്കിടെക്ചർ ആണ് REST API എന്ന് പറയുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും HTTP മെത്തേഡ്സ് ആണ് ടു ഇന്ററാക്ട് വിത്ത് റിസോഴ്സസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്, റിസോഴ്സ് ബേസ്ഡ് ആർക്കിടെക്ചർ ആണ്. ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്നത് HTTP മെത്തേഡ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ HTTP പ്രോട്ടോകോൾ ആയതുകൊണ്ട് ഇത് സ്റ്റേറ്റ്ലെസ് ആയിരിക്കും. ദെൻ അതിനകത്ത് യൂണിഫോം റിസോഴ്സ് ആയിരിക്കും. അതായത് ഓരോ റിക്വസ്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ യുണീക്ക് ആയിട്ടുള്ള URI വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി അതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഓരോ മെത്തേഡ്സും ഏത് ടൈപ്പിലുള്ള ഫംഗ്ഷനാലിറ്റിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ദെൻ പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പാസ് ചെയ്യണം, അതിനകത്ത് HTTP മെത്തേഡ് പാസ് ചെയ്യണം. അതുപോലെ തന്നെ URIയുടെ എൻഡ് പോയിന്റ് പാസ് ചെയ്ത് കൊടുക്കണം. ഇനി ഡേറ്റ ഉണ്ടെങ്കിൽ ഡേറ്റ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി റെസ്പോൺസിനകത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, നമ്മുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പം ഡേറ്റയാണ് റിട്രീവ് ചെയ്യേണ്ടതെങ്കിൽ അതിനകത്ത് ഡേറ്റ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് HTTP സ്റ്റാറ്റസ് കോഡും വരും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ സ്റ്റാറ്റസ് കോഡ് വരുന്നതെന്നുള്ളത്. ഓക്കെ,
ദെൻ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസിനെ പറ്റി പറഞ്ഞായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പോസ്റ്റ്മാൻ ആയിരുന്നു. പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ബിക്കോസ് അതിനകത്തൊരു GUI പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട, മാനുവലി എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ API നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞത് കേൾ ആയിരുന്നു. അതൊരു കമാൻഡ് ലൈൻ ടൂൾ ആണെന്ന് പറഞ്ഞു. നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനും റെസ്പോൺസസ് എടുക്കാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡ് ലൈൻ ടൂൾ ആണ് എന്തെന്ന് പറയുന്നത്, കേൾ എന്ന് പറയുന്നത്. ഇത് ഒരു ടെർമിനൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ റിക്വസ്റ്റും നമ്മൾ എല്ലാം പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത് മാനുവലി തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് റെസ്റ്റ് APIയുടെ ടെസ്റ്റിംഗ് ആണ്. അത് പോസ്റ്റ്മാനും കേളും വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubts? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, മെസ്സേജ് ഇടാം ചാറ്റ് ബോക്സ്. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് സ്കോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമുക്കിവിടെ തന്നെ ഇതിന്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗിലും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലും പിന്നെ നെറ്റ്വർക്കിംഗ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ വരുന്ന ഡിഫറെന്റ് കോഴ്സസ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൺ നമ്പർ ഉണ്ട്, ഫോൺ നമ്പർ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ മെയിൽ ID ഉണ്ട്, മെയിൽ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് scopeIndia.org എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് അതുവഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള കോഴ്സസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ.
ദെൻ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഫോം വരും. നിങ്ങൾക്ക് ഇന്നത്തെ സെഷനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അതിനകത്ത് അറിയിക്കാവുന്നതാണ്. ദെൻ എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ. ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യൂട്യൂബിൽ നോക്കിയാൽ മതി. യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫീഡ്ബാക്ക് ഫോം വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കണം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനി ഡൗട്ട്സ്? ഇന്നത്തെ സെഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ചാറ്റ് ബോക്സിൽ നോക്കുക. അതിനകത്ത് ആ ഒരു ഫോം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്തൊന്ന് സെൻഡ് ചെയ്യണം. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യണം. അത് ബേസ് ചെയ്തിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും മറക്കാതെ ഒന്ന് ഫില്ല് ചെയ്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ നമ്മുടെ സെഷൻ അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കും വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, നമുക്ക് എൻഡ് ചെയ്യാം.